ഈ റഹ്മാനിയക്ക് വേണ്ടി ഉള്ള കോളേജിന്റെ കമ്മിറ്റി രൂപീകരണത്തിന്റെ അതിന്റെ ആദ്യത്തെ ഉപദേശക സമിതിയാണ്, മെമ്പറാണ് ഞാനും ചാവക്കാടുകാരനെ അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ അതൊക്കെ ആയിട്ടുള്ള ബന്ധം അന്നും ഈ കടമേരിയുടെ പ്രചരണത്തിന് വീട് വീടാന്തരം ഞങ്ങൾ കയറി ഒരു വീട്ടിൽ കയറിയപ്പോ അയാൾ ചോദിച്ചു, കടമേരി കോളേജിൽ ഇസ്ലാമിയത്ത് തന്നെയാണോ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ മന്നോളി അബ്ദുള്ള സാഹിബ്, അതുപോലെ മരിച്ചു കുഞ്ഞമ്മദ് മാഷ്, ചൂരക്കുളങ്ങര പോക്കറുക, അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അദ്ദേഹത്തിന്റെ മറുപടി, പിന്നെന്താണോ കടമേരി കോളേജിൽ ബുഖരിയത്താ പഠിപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായാലും സന്തോഷമായി. മറുപടി പറയേണ്ടി വന്നില്ല. ആ നിലക്കൊക്കെ ഉള്ളൊരു ബന്ധം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇടക്കും തലക്കും ഇവിടെ വരാനും ഇത്തരം നിങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിലിരിക്കാനും മഹാന്മാരുടെ അനുസ്മരണത്തിൽ പങ്കെടുക്കാനും ഒക്കെ പടച്ച തമ്പുരാൻ ചെയ്ത ഈ തൗഫീഖിന് ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയും നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയുന്നത് പോലെ ആ അവസാന രംഗം ഒരു പൈസി പറയുന്നത് കേട്ടപ്പോൾ നമുക്കൊക്കെ കണ്ണീര് വന്നു പോയി. 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ഉച്ചരിച്ചുകൊണ്ടാണ് മഹാനവറുകൾ നമ്മളോട് ഇവിടെ പറഞ്ഞത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിച്ച സംഭവം സമസ്തയുടെയും അതുപോലെ തന്നെ ജാമിയ നൂരിയയുടെയും എല്ലാം ആയ ഈ കേരളത്തിലെ 10,000-കണക്കിന് മദ്രസകളുടെ ഉത്ഭവത്തിന് ഉദ്ഘാടനം അതിന്റെ ശില്പിയായ മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വഫാത്താകുന്ന ആ സമയം എനിക്കും എന്റെ ചെറുപ്രായത്തിൽ അത് കാണാൻ കഴിഞ്ഞു. ഇവരൊക്കെ സമീപത്തുള്ള ആളുകൾ കോരിത്തരിക്കുന്ന വിധത്തിൽ ഷഹാദത്ത് ചൊല്ലി അള്ളാഹുവിലേക്ക് നീങ്ങിയ ആളുകളാകുമ്പോൾ നാം ഈ നിലനിൽക്കുന്ന ഈ പ്രസ്ഥാനം തന്നെയാണ് ശരിയായ ദീൻ, ശരിയായ പ്രസ്ഥാനം, ഹക്കായ മാർഗം എന്നത് നമുക്ക് ദൃഢമായി വിശ്വസിക്കാം. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് വളരെ ആത്മാർത്ഥമായി പറയാനുള്ളത്, നമ്മളൊക്കെ എന്ത് പഠിച്ചാലും എങ്ങനെ പഠിച്ചാലും എത്ര പഠിച്ചാലും നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ അവരോട് ചേർന്ന് നിന്ന് അവരുടെ വഴിയിലായിരിക്കണം, അവരിൽ നിന്നായിരിക്കണം നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത്. അവരിൽ കൂടിയായിരിക്കണം നാം ഖുർആൻ മനസ്സിലാക്കേണ്ടത്. അവരിൽ കൂടിയാണ് നമ്മൾ ഹദീസ് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും കുറച്ച് കേൾക്കുമ്പോൾ, എന്തെങ്കിലും കുറച്ച് നഹ്വും സർഫും മനസ്സിലാക്കി അറബി വായിക്കാനും അർത്ഥം പറയാനും അറിയുമ്പോൾ ഞാൻ വലിയ ആളായി എനിക്ക് സ്വന്തം വ്യാഖ്യാനിക്കാനും സ്വന്തം ഇജ്തിഹാദ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട് എന്ന് പലരും തെറ്റിദ്ധരിച്ചതാണ്. ഇന്ന് ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലും മറ്റും എന്തൊക്കെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചല്ലേ, ഇസ്ലാമിന്റെ അകത്തും പുറത്തുമുള്ള ആളുകൾക്ക് അതല്ലേ ചർച്ച ചെയ്യാനുള്ളൂ. വേറെ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? പരിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധിയെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇസ്ലാമിൽ ഇതേവരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? പ്രസംഗിച്ച് നടക്കും. ഖുർആനിൽ സ്വന്തം മോളെ കെട്ടാനുള്ള വകുപ്പുണ്ട് ഖുർആനിൽ. എന്താ ഈ ഖുർആൻ എന്ന് പറയുന്നത്? പണ്ടെന്റെ ചെറുപ്പത്തിൽ നമ്മളവിടെ ഉമ്മയും പങ്കന്മാരുള്ള ഒരു കന്ന് ദീനും വരും അത്ര അറിയില്ലല്ലോ. ഈ പക്ഷിപ്പാട്ട്, അതുപോലെ പുറത്തിപ്പാട്ട്, കുപ്പിപ്പാട്ട് തുടങ്ങിയുള്ള പാട്ടുകൾ ഈ സബീനയിൽ അറബി മലയാളത്തിലാണ് വരിക. അപ്പൊ ഈ പാട്ടിനെ സംബന്ധിച്ച് അവര് വിലയിരുത്താൻ അത് ഖുർആനിലുള്ളതല്ലേ എന്നാ. ഇതുപോലെ ഇന്ന് ഈ ലോകം ഒട്ടാകെ ഈ വെളുത്ത സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പരിഹസിക്കാനും ദീനിനെ നിസ്സാരപ്പെടുത്താനും ദീനിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാനും ചില ചങ്ങായിമാർ രംഗപ്രവേശനം ചെയ്തത് കാണുമ്പോൾ നമുക്കിങ്ങനെ വളരെ പരിഹാസ്യമായി തോന്നുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് നിങ്ങളുടെ സമയമല്ലാത്തത് കൊണ്ട് എനിക്കൊരുപാട് വികാരം ഇത് സംബന്ധിച്ചുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പൈസമാരിലും ദാരിമിമാരിലും ഒക്കെ ചില ആളുകൾ ചില സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് പ്രത്യേകം അതിന് അനൗൺസ്മെന്റ് വരികയാണ്, ഇന്നാള് ദാരിമി ഇന്ന സംഘടനയിൽ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇൽമ് മഹാനായ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഇൽമിനെ വിഭജിച്ച് 4 റുബുകളാക്കി. റുബു എന്ന് പറഞ്ഞാൽ അറിയാലോ, 4 റുബുകളാക്കി ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല ഈ ഇൽമിനെ വിഭജിച്ചു. 1ാമത്തെ റുബുയിലേക്ക് കടക്കുമ്പോൾ എന്നെ പോലെയുള്ള ആളുകൾക്ക് തോന്നും
എനിക്ക് ബിരുദം എല്ലാം കിട്ടി, ഞാൻ നല്ലൊരു ആലിമായിട്ടുണ്ട്, കണ്ണാടിയിൽ നോക്കി നല്ല വേഷം നല്ല കോലമൊക്കെ, എന്നേക്കാൾ വലിയ പഠിച്ച ഒരാള് ഇല്ല എന്ന ഒരു ഭാവം ചില ആളുകൾക്ക് വന്നേക്കാം. അയാൾ കുറച്ചും കൂടി അങ്ങോട്ട് എത്തി രണ്ടാമത്തെ റുബയിലേക്ക് കടക്കുമ്പോ അയാൾക്ക് തോന്നും അങ്ങനെയല്ല, എല്ലാം എനിക്ക് മനസ്സിലായിട്ടില്ല, ചിലതൊക്കെ എന്നിൽ നിന്ന് എനിക്ക് കിട്ടാത്തതുണ്ട് എന്ന ഒരു ബോധം രണ്ടാമത്തെ റുബയിലേക്ക് കടക്കുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത്. മൂന്നാമത്തെ റുബയിലേക്ക് കടക്കുമ്പോൾ പിന്നെ അയാൾക്ക് വീണ്ടും ഒരു ബോധം വരുന്നു, ഞാൻ പഠിച്ചതിനേക്കാൾ പഠിക്കാത്തതപ്പുറത്തുണ്ട് എന്ന ബോധം അയാൾക്ക് വരിക. നാലാമത്തെ റുബയിലേക്ക് കടക്കുമ്പോ ഞാൻ ഒരു ചുക്കും പഠിച്ചിട്ടില്ല, ഞാൻ ഈ പഠിച്ചതൊന്നല്ല, ഇതിന്റെ അപ്പുറത്താണ് കാര്യങ്ങൾ നടക്കുന്നത്. മഹാനായ അൽഹരി തങ്ങൾ അല്ലാഹു തആല ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ, സമസ്തന്റെ പ്രസിഡന്റായ കാലത്ത് നന്ദിയിൽ നിന്നൊരു പ്രസംഗം നടത്തിയപ്പോൾ അതിന് നോക്കർ പറയുന്നുണ്ട്, ഞാൻ ബാക്കിയാത്തിലും പോയി ദൈവബന്ധിലും പോയി ബിരുദങ്ങളൊക്കെ വാങ്ങി ജാമിഅ അസ്ഹറിൽ ഉപരി പഠനത്തിന് വേണ്ടി ചെന്ന് അവിടെ ചേർന്നപ്പോഴാണ് ഞാൻ ലോകത്തേക്ക് ഏറ്റവും വലിയ ജാഹിലാണ് എന്ന് ഞാൻ അറിഞ്ഞത്, മനസ്സിലാക്കുന്നത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തന്റെ മകൾക്ക് വേണ്ടി ഒരു കച്ചവടക്കാരനെ പുതിയാപ്പിളാക്കി എടുത്തപ്പോ മഹാനായ മർഹൂം അവരുടെ അനുജൻ സഹോദരൻ സുന്നി കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹമായ ഹസൻ മുസ്ലിയാർ കാക്കാന്റെ മുന്നിൽ പോയിട്ട് പറയും, കാക്ക നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? നിങ്ങളെ മോൾ ഒരു ആലിമിനില്ലാണ്ട് ഒരു കച്ചവടക്കാരന് കെട്ടിച്ചു കൊടുത്താൽ അത് കുഫുവാകുമോ? അതെങ്ങനെയാണ് നിക്കാഹ് ശരിയാക്കുക എന്ന് ചോദിച്ചപ്പോ ശംസുൽ ഉലമ ചിരിച്ച്, ഇങ്ങെന്തൊരു ബുദ്ധിയാണ്, ഇഞ്ഞും ഞാനും ആലിമാ. നമ്മളെ സംബന്ധിച്ച് കവിഞ്ഞ് പറഞ്ഞാൽ ഒരു തമ്മീസുള്ള ജാഹില് എന്നല്ലാതെ ആലിമെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയാണ് അവരൊക്കെ ചിന്തിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനും ഖുർആനും ഹദീസും എല്ലാം നമ്മുടെ ഉസ്താദുമാരിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഖുർആനും ഹദീസുമായിട്ട് നിങ്ങളങ്ങ് ജീവിച്ചാൽ മതി, പിന്നെ ഒരു മുസ്തഖീമായ വഴി എന്താണ്? അപ്പൊ അത് അങ്ങനെ ചേർന്ന് നിന്നവരൊക്കെ വിജയിച്ചു, അല്ലാതെ ഒറ്റപ്പെട്ടു പോയവരൊക്കെ പരാജയപ്പെട്ടു. പല ആളുകളെ സംബന്ധിച്ചും ഞാൻ ഈ അവസരത്തിൽ വ്യക്തിപരമായി പറയുന്നില്ല, നമുക്ക് കേൾക്കാം. നമുക്ക് പലതും തോന്നും, പലതും കാണും. നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ അവരെന്താണ് ചെയ്തത്, അവരെന്താണ് ഇവിടെ കാണിച്ചത്? ഇതൊരു വലിയ സമുദ്രമാണ്. മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും കഹ്ഫിൽ പറഞ്ഞ യാത്രയുടെ തുടക്കത്തിൽ അവർ യാത്ര പറയാൻ പോകുമ്പോ, യാത്ര പുറപ്പെടാൻ നോക്കുമ്പോ ഒരു പക്ഷി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സമുദ്രത്തിൽ നിന്നൊരു കൊക്കിൽ അല്പം വെള്ളം ഇങ്ങനെ എടുത്ത് അവരുടെ മുന്നിൽ ഇങ്ങനെ കുടഞ്ഞാൽ എന്നിട്ടൊരു ശബ്ദം ഉണ്ടാക്കി. ഖിദ്ർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്താണ് ആ പക്ഷി പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇല്ല. ആ പക്ഷി പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ടാൾക്കും ലഭിച്ച ഇൽമ് ഈ സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്ന് പക്ഷിന്റെ കൊക്കിലേക്ക് ചേർന്ന കിട്ടിയ വെള്ളം എത്രയാണോ അത്രയേ ഉള്ളൂ, അതിന് സമാനമാണ് നീണ്ടു പരന്ന് കിടക്കുന്ന ഈ ബഹർ. ഇതാണ് ഇൽമ്. അതുകൊണ്ടാണ് വഖുർ റബ്ബി സിദ്നി ഇൽമാ, എത്ര പഠിച്ചാലും കുടിച്ചാലും മതിയാവാത്ത ഒരു സാധനമാണ് അല്ലാഹുവിന്റെ നൂറാകുന്ന പ്രകാശം. അത് ലഭിക്കേണ്ടവരിൽ നിന്ന് നമുക്ക് ലഭിക്കണം. ഇന്ന ഹാദൽ ഇൽമ ദീൻ, ഈ വിജ്ഞാനം തന്നെയാണ് ദീൻ, ദീനൊന്നും വേറെയല്ല. അതുകൊണ്ട് ഫൻദുറൂ അമ്മൻ തഖുദൂന അൻഹു ദീനകും, നിങ്ങൾ ദീൻ പഠിക്കേണ്ട ആളുകളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഏതെങ്കിലും ചാത്തന്റെ പോത്തന്റെ ഈ കൂട്ടത്തിൽ കേട്ടിട്ടല്ല ഇൽമ പഠിക്കേണ്ടത്. അത് പഠിക്കേണ്ട ആളുകളെ പഠിക്കണം. ആ മഹാനെ നമ്മൾ മാതൃകയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഉഖ്റവിയായ ആലിമീങ്ങളുടെ പിന്തുണ, അവരെ പിൻപറ്റുന്ന സാലിഹീങ്ങൾ സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.